ഇന്നത്തെ കത്ത് വായിക്കാം. ആ, കൊല്ലത്ത് നിന്ന് ശിവദാസാണ് എഴുതിയിരിക്കുന്നത്. താങ്കളുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പ്രോഗ്രാമാണിത്. മകൾ വിദേശത്ത് സെറ്റിൽഡാണ്. ഹസ്ബൻഡ് ബിസിനസ് മേഖലയിലാണ്. മകൾക്ക് ജോലിയായില്ല. ഭർത്താവിൻ്റെ കൂടെ ബിസിനസ് മേഖലയിലേക്ക് കടന്നാലോ എന്നൊരു പ്ലാനുണ്ട്. മകൾക്ക് സമയം അനുകൂലമാണോ? ഡേറ്റ് ഓഫ് ബർത്തും മറ്റ് ഡീറ്റെയിൽസും ചേർക്കുന്നു. മകം നാളാണ്. ജനിച്ച കുടുംബത്തിലെ മാതൃവഴി ജനങ്ങളും പിതൃവഴി ജനങ്ങളും മാതുലന്മാരും ഇവരെല്ലാം അനേകം ആളുകൾക്ക് അന്നം, മറ്റാഹാരം, വസ്ത്രം, ഔഷധം, പാർപ്പിട സൗകര്യങ്ങൾ, നീറുന്ന മനസ്സുകൾക്ക് അവ മാറ്റിയെടുക്കുവാനുള്ള മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കൈകാലികൾ കൊണ്ടും സാമധാന ഭേദങ്ങൾ കൊണ്ടും ഒക്കെ ചെയ്തു കൊടുത്തിരുന്ന ആ പുണ്യം, അതിൻ്റെ ഒരംശം ലഭിച്ചിരിക്കുന്നൊരു കുട്ടിയാണ് ഇന്നിപ്പം ഈ കത്ത് അയച്ചിരിക്കുന്നത്. അതിൻ്റെ ഉടമയാണ്. കാരണം 2 ഗ്രഹങ്ങൾ ആണ് ഏറ്റവും ഇതിൽ സ്യൂട്ടബിളായിട്ട് നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അച്ഛനപ്പന്മാർ മുതൽ ചെയ്തിരിക്കുന്ന സുഹൃത്തെയും, ജനിച്ച ലഗ്നത്തിൻ്റെ 4, 7, 10 ഭാവത്തിൽ കേന്ദ്രസ്ഥാനം സൂചിപ്പിച്ചുകൊണ്ട് വ്യാഴഗ്രഹം നിൽക്കുന്നത് മാതൃല വഴി ഗുരുക്കന്മാർ വഴി ലഭിച്ചിരിക്കുന്ന സുഹൃതത്തെയും, അങ്ങനെ ഇവ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നതിനാൽ വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടി അഷ്ടൈശ്വര്യങ്ങളും നിറഞ്ഞ് ഉള്ള ജീവിതം പ്രദാനം ചെയ്യുന്നു എന്നാണ്. എത്ര വലിയ ഒരു ആൽവൃക്ഷമായിരുന്നാലും അത് ആൽവൃക്ഷമാകുമ്പോൾ ആകണമെങ്കിൽ അതിന് വിത്ത്, അതിൻ്റെ ബാല്യം, കൗമാരം, അങ്ങനെ ആടുമാടുകൾ തിന്ന് നശിപ്പിക്കാതെ അതിന് ചുറ്റും വേലി കെട്ടി അതിൻ്റെ കളയെല്ലാം പറിച്ച് കളഞ്ഞ് വേണം ആൽവൃക്ഷമാകാൻ. ആകുമ്പോൾ പടർന്ന് പന്തലിച്ച് ആൽവൃക്ഷമാകുമ്പോൾ ആ ആലയിൽ ഗജവീരന്മാരെ വേണേൽ തളച്ചിടാം. അതിനുള്ള പ്രാപ്തി ഉണ്ടാവും, അതിനുള്ള തണലുണ്ടാവും, അതിനുള്ള ശക്തി ആ തടിക്കുണ്ടാവും, വേരുകൾക്കുണ്ടാവും, അതിനുള്ള പ്രാപ്തികളുണ്ടാവും. അനേകം പക്ഷികൾ വന്ന് ചേക്കേറും, അനേകം ആളുകൾക്ക് തണലാവും, അനേകം ഓക്സിജൻ വിതരണം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതുപോലെയാണ് അഷ്ടൈശ്വര്യങ്ങളും. പൂർവികന്മാരാൽ വന്നു ചേർന്നിരിക്കുന്ന അന്ന് ചെയ്തിരിക്കുന്ന ആ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അഷ്ടൈശ്വര്യങ്ങൾ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, പ്രതാപം, അഭീഷ്ടം ഇത്യാദികളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് കിട്ടിയിരിക്കുന്ന ഒരു യോഗമാണ് കാണുന്നത്. അനേകായിരങ്ങൾക്ക് ആഹാരത്തിൻ്റെ വകയ്ക്കോ വസ്ത്രം എടുക്കാനോ ഔഷധം ലഭിക്കുവാനോ പാർപ്പിടം കേടുപാടുകൾ തീർത്ത് കിട്ടാനോ പാർപ്പിടം ഉണ്ടാക്കി കിട്ടുവാനോ, അതുപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് കല്യാണം നടത്തി കൊടുക്കുവാനുള്ള സഹായങ്ങളോ, ഇങ്ങനെ മനുഷ്യന് കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത ഒരു തലമുറയുടെ അംഗമായി കാണുകയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ധനാഗമങ്ങളും ഉണ്ടാവും. ഏതാണ്ട് 30-32 വയസ്സ് മുതൽ ഈ ഭാഗ്യങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു വരും. എന്താണ് 30-32 വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഒരാല് തയ്യായിരിക്കുമ്പോൾ വേര് കെട്ടണം, അല്ലെങ്കിൽ കള നശിപ്പിക്കും. നന്നായി വരുന്ന മനുഷ്യർക്ക് പ്രയോജനമായി വരാനുള്ളവർക്കാണ് തടസ്സങ്ങൾ കൂടുതൽ വരുന്നത്, കൂടുതൽ വിമർശനം വരുന്നത്, കൂടുതൽ കല്ലേറ് കിട്ടുന്നത് വിളകൾ നിൽക്കുന്ന വൃക്ഷങ്ങളിലേക്കായിരിക്കും. കൂടുതൽ മനുഷ്യൻ്റെ ഉപദ്രവങ്ങളും വരുന്നത് അങ്ങനെയാണ്. ഇല്ലാത്തവരെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പ്രയോജനം ആയി വരേണ്ട ആളുകൾക്കാണ് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ വരുന്നത്, അവർക്കാണ് വിമർശനങ്ങൾ വരുന്നത്. അതൊന്നും സാരമാക്കേണ്ട കാര്യമില്ല. മൊത്തത്തിൽ പേരും നക്ഷത്രവും ചേർത്ത് മഹാസുദർശനം എന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക. അടിക്കടി വെച്ചടി പേര്, പ്രസിദ്ധി, ധനം, ഉദ്യോഗം, വാസസ്ഥലം
എല്ലാവിധ അഭിവൃദ്ധിയും അഷ്ടൈശ്വര്യങ്ങളും നിറഞ്ഞു കവിഞ്ഞു വരും. വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദികളാലും പേരായാലും മുട്ടരയാലും മുട്ടത്തി മുട്ടിത്ത് മുട്ടയുള്ള കടുക്, കള്ളാടി, ചമതക്കമ്പ്, അരി, പയറുവർഗ്ഗങ്ങൾ, കടല, തുവര, അമര ഇത്യാദി നവധാന്യങ്ങൾ കൊണ്ടും ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മമന്ത്രതന്ത്രയം ഔഷധസ്ത്രശസ്ത്രാണി സംഹര 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 മൃത്യോർമോജയ മോജയ മോജയ മോജയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തിജ്വാലാപരീതായ സർവദീക്ഷോദണഹരായ ഹുംബിൽ ബ്രഹ്മണേ പരം ജ്യോതിഷേ നമസ്വഹ. മഹാസുദർശന മന്ത്രമാണ്. ശുദ്ധവൃത്തിയോടുകൂടി ഒരു 4000 ഉരു വീതം ഓമിച്ച് അഴകും ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുക. ഈ അഷ്ടലക്ഷ്മി ഭാഗ്യം നീണ്ടു കവിഞ്ഞ് ദീർഘായുസ്സോടുകൂടി ലഭിക്കും. അങ്ങനെ നല്ല ഐശ്വര്യങ്ങൾ കണ്ടുവരുമ്പോൾ വീണ്ടും ദേവാമൂർത്തിലോട്ട് കത്തെഴുതുക. നന്ദി, നമസ്കാരം.